ഹായ് ഫ്രണ്ട്സ്, പത്മാസ് മിനി കിച്ചണിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന സ്പെഷ്യൽ അപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഗോതമ്പ് പൊടി മാത്രം ഉപയോഗിച്ചാണ് ഇത് ഞാൻ തയ്യാറാക്കുന്നത്. 3/4 മണിക്കൂർ കൊണ്ട് മാവ് പുളിപ്പിച്ച് അപ്പം തയ്യാറാക്കിയെടുക്കാം. വളരെ ടേസ്റ്റിയും സോഫ്റ്റുമായ ഗോതമ്പ് അപ്പത്തിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. ഒരു പാത്രത്തിലേക്ക് ഈ കപ്പിന് 2 കപ്പ് നിറയെ ഗോതമ്പ് പൊടി ചേർക്കാം. ഈ കപ്പിൻ്റെ അളവിൽ തന്നെ 3/4 കപ്പ് തേങ്ങയും 3/4 കപ്പ് ചോറും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1/2 സ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് കൂടുതൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഈ സമയം എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനും മറക്കരുത്. ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യണേ. ഇപ്പോൾ പൊടികളെല്ലാം നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി ഒരു ജാറിലേക്ക് നമ്മൾ മിക്സ് ചെയ്തെടുത്ത ഗോതമ്പ് മാവ് ചേർത്ത് കൊടുക്കാം. മാവ് മൊത്തവും മിക്സിയിലേക്ക് ഇട്ടതിന് ശേഷം മാവെടുത്ത അതേ കപ്പിന് 1 കപ്പ് നിറയെ വെള്ളം എടുക്കാം. അതിൽ നിന്നും പകുതി വെള്ളം ജാറിലേക്ക് ഒഴിച്ച് ഒരു സ്പൂൺ കൊണ്ട് നന്നായി ഇളക്കി കൊടുക്കുക. ഇങ്ങനെ ഇളക്കി കൊടുത്തില്ലെങ്കിൽ അരഞ്ഞു കിട്ടാൻ പ്രയാസമായിരിക്കും. അതുകൊണ്ടാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നന്നായി നനഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള വെള്ളം കൂടി ആഡ് ചെയ്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് അരച്ചെടുക്കാം. അരച്ചെടുത്തതിന് ശേഷം ആവശ്യമെങ്കിൽ കുറച്ചുകൂടി വെള്ളം ആഡ് ചെയ്യാം. മാവ് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. അധികം ലൂസാക്കാതെ ഇതുപോലെ ഒരു കുറുകിയ കൺസിസ്റ്റൻസിയിലാണ് മാവ് തയ്യാറാക്കേണ്ടത്. ഇനി അരച്ചെടുത്ത മാവ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു കപ്പിൽ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും 1/2 ടേബിൾ സ്പൂൺ വെള്ളവും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് അലിയിച്ചെടുക്കുക. ഇപ്പോൾ നന്നായി ഡൈല്യൂട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതുപോലെ ഒരു സ്പൂൺ കൊണ്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഒരു 2 മിനിറ്റ് നേരം ഇതുപോലെ നന്നായി ഇളക്കി കൊടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് 3/4 മണിക്കൂർ മാവ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. മാവ് മൂടി വയ്ക്കുമ്പോൾ തണുത്ത സ്ഥലത്ത് വയ്ക്കാതെ ശ്രദ്ധിക്കുക. ഇപ്പോൾ കറക്റ്റ് 3/4 മണിക്കൂറായിട്ടുണ്ട്. കണ്ടോ, മൂടി മാറ്റി നോക്കിയപ്പോൾ മാവ് നന്നായി പൊളിച്ചു പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ ബബിൾസ് ഒന്നും പോകാതിരിക്കാൻ ചെറുതായി ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. ഇനി ഒരു കടായി അടുപ്പത്ത് വയ്ക്കുക. സ്റ്റൗ ഓൺ ചെയ്ത് ഹൈ ഫ്ലെയിമിട്ട് ചൂടാക്കി ലോ ഫ്ലെയിം ആക്കുക. കടായിയിൽ എണ്ണ പുരട്ടിയതിന് ശേഷം മാവ് ഒഴിച്ച് ഇതുപോലെ വട്ടത്തിൽ ചുറ്റിയതിന് ശേഷം മൂടി വെച്ച് വേവിക്കാം. ലോ ഫ്ലെയിമിലിട്ടാണ് അപ്പം വേവിക്കേണ്ടത്. അല്ലെങ്കിൽ സൈഡ് പെട്ടെന്ന് വേകുകയും നടുഭാഗം വേകാതെ കട്ടിയായിട്ടിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് എപ്പോഴും ലോ ഫ്ലെയിമിലിട്ട് തന്നെ വേവിച്ചെടുക്കുക. കണ്ടോ, ഗോതമ്പപ്പം നല്ല പെർഫെക്റ്റായി വന്നിട്ടുണ്ട്. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന അരി കൊണ്ടുണ്ടാക്കുന്ന അപ്പത്തിൻ്റെ അതേപോലെ തന്നെയാണ് ഇത് കിട്ടിയിട്ടുള്ളത്. നമുക്കിനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അടുത്തത് നമുക്ക് ഇതുപോലെ തന്നെ മാവൊഴിച്ച് വട്ടത്തിൽ ചുറ്റിയെടുത്ത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. കഴിച്ചു നോക്കിയാൽ ഇത് ഗോതമ്പപ്പമാണെന്ന് പറയത്തേയില്ല. അത്ര നല്ല ടേസ്റ്റിയും സോഫ്റ്റുമാണ്. രണ്ടാമത്തതും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് മാറ്റി ബാക്കിയുള്ള മാവും നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാം. സ്വാദിഷ്ടമായ ഗോതമ്പ് പൊടി കൊണ്ടുള്ള അപ്പം എല്ലാം റെഡിയായിട്ടുണ്ട്. സാധാരണ നമ്മൾ അപ്പം ഉണ്ടാക്കുമ്പോൾ എത്ര മണിക്കൂറുകൾ എടുത്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. പക്ഷേ അത്ര സമയമൊന്നും വേണ്ട. ഇത് വെറും 3/4 മണിക്കൂർ കൊണ്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. അതുപോലെ തന്നെ ടേസ്റ്റിനൊന്നും ഒരു കുറവും ഇല്ല. വളരെ നല്ല ടേസ്റ്റും വളരെ സോഫ്റ്റുമാണ്. നിങ്ങൾ ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കണേ. ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായോ? ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക്, കമൻറ്റ് എന്നിവ ചെയ്യണേ. ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യണേ. നാളെ പുതിയൊരു ഈസി റെസിപ്പിയുമായി വരുന്നതുവരെ ഗുഡ് ബൈ.